പാർലമെന്റിന് പോയ സമയത്ത് ഞാനിത് അവിടെ ഈ പറയുന്ന ഒരു വലിയ കടയുണ്ട്, അവിടുന്ന് മേടിച്ചോണ്ട് വരും. അവിടുന്ന് മേടിച്ചോണ്ട് വരുന്നതിൽ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് രസ്മലായിയാണ്. രാധിക ആദ്യത്തെ 3 പ്രസവത്തിന് വേണ്ടി ഗർഭിണിയാവുന്ന സമയത്ത് അന്ന് പിന്നെ അടയാറിലാണ് മമ്മൂക്ക താമസിക്കുന്നത്. അടയാറിലൊരു ഗ്രാൻഡ് സ്വീറ്റ്സ് ഉണ്ട്, പഴയ ഒരു ഈ തമിഴ് ഈ ചെറിയ നമ്മുടെ ചിരാത് പോലത്തെ ഓട് കമത്തിയ അങ്ങനത്തെ ഒരു വീടുണ്ട്, അവിടെയാണ് ഇത് നടക്കുന്നത്. അപാര സ്വീറ്റ്സ് ആണ്. അപ്പൊ ഞാൻ എപ്പോഴൊക്കെ ഷൂട്ടിങ്ങിന് ചെല്ലുന്നു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വുഡ്ലൻഡ്സിലേക്കോ അല്ലെങ്കിൽ റെസിഡൻസിയിലേക്കോ, റെസിഡൻസി ഇല്ലെന്ന് വുഡ്ലൻഡ്സ് അല്ലെങ്കിൽ റഞ്ജിത്താണ്. വെളുപ്പിനെ തലേ ദിവസം വാങ്ങിച്ച് സുലുത്ത ഫ്രിഡ്ജിൽ വെച്ചിട്ട്, കാരണം ഇത് ചീത്തയായി പോകും, 24 hours ഇല്ല ലൈഫ്, ഷെൽഫ് ലൈഫ് ഇല്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ഫ്രോസൺ ആയിട്ടായിരിക്കും വെളുപ്പിനെ 3 മണിക്ക് എനിക്ക് അവിടെ ഹോട്ടലിൽ കൊണ്ടുതരുന്നത്. അത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഈ പിള്ളേരുടെ എല്ലാം ചോരയിലാ രസ്മലായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാൻ അവിടെ നിന്ന് ഒരു 2 ജാർ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് മമ്മൂക്കായി വിളിച്ചിട്ട് ഞാൻ വീട്ടിലുണ്ട്, നീ പുതിയ വീട്ടിൽ വന്നിട്ടില്ല, വാ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വരാം. ഇല്ല, ഞാൻ ചേർത്തലേ പോകും, എനിക്കൊരു പരിപാടിയുണ്ട്, പോകും. ഞാൻ പറഞ്ഞാൽ എങ്കിൽ ഞാൻ വരുന്നില്ല, ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ അങ്ങ് തൃശ്ശൂരിന് പോകുന്നു. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡ്രൈവർ അയക്കാം. ഞാൻ പറഞ്ഞാൽ അത് വേണ്ടാന്ന്. ഗൂഗിൾ വന്ന് എൻ്റെ അടുത്ത് നിന്ന് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തു. അപ്പം മമ്മൂക്ക ഇല്ല. പുള്ളി രാത്രി വന്ന് കഴിച്ചാൽ ഞാനൊരു ചെറിയൊരു ചലഞ്ച് കൂടെ വിട്ട്, ഇതിനൊരു വലിയ കണക്റ്റുണ്ട്. മമ്മൂക്ക ഞാൻ ഈ അയക്കുന്ന സാധനം ഇതാണെന്നൊന്നും പറഞ്ഞില്ല, ഇതൊന്ന് കഴിച്ചിട്ട് ആ ഓർമ്മ, നിങ്ങളുടെ ഓർമ്മയിൽ എങ്ങനെയാണ് ഇതൊരു ഇമോഷനായിട്ടുള്ളതെന്ന് ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ആ ശരി, നീ കൊടുത്തായി, ഞാൻ നോക്കാം. ഇങ്ങനെയാണല്ലോ ഗൂഗിൾ ഇത് അവിടെ കൊണ്ട് കൊടുത്തു. പിറ്റേ ദിവസം പോയി ചെന്നപ്പോൾ വാടാ വീട്ടിലെല്ലാം കൊണ്ട് കാണിച്ച്, അവൻ 5 മിനിറ്റ് നേരത്തേക്ക് പോയതാണ്, അതുകൊണ്ട് 6 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ എന്നെ വിളിച്ച് പറയാനൊരു പേടി പുള്ളിക്ക്. എപ്പോഴും എൻ്റെ അനിയനെയാണ് വിളിക്കുന്നത്, എന്നെ വിളിക്കത്തേ ഇല്ല. ഈ പേടിയാണ് അവനെ വിളിക്കാൻ എന്ന് സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞു, സുഭാഷേ ചെക്കനോടെ വന്നു, അവൻ്റെ അടുത്ത് ഞാനങ്ങനെ ചോദിക്കും. എനിക്ക് ഒരു സാധനം കൊടുത്തയച്ചിട്ട് ഞാനത് കഴിക്കാത്തതാണ് ഞാൻ, പക്ഷെ 2-3 കഴിച്ചു. സുലുവിനും ഭയങ്കര ഇഷ്ടമായി, മരുമകനും കുടുംബത്തിനും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എന്തോ ഒരു കണക്ട് ഇതിനുണ്ടെന്ന് പറഞ്ഞു. എന്ത് കണക്റ്റാണെന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഞാൻ ചോദിക്കാം. എന്നെ വിളിച്ച് സുഭാഷ് പറഞ്ഞപ്പോൾ ഞാൻ ആ നഴ്സറിക്കാരനായി ഉടനെ മിണ്ടൂല്ല. ഇനി അയാൾക്ക് ഞാൻ രസ്മലായി കൊണ്ട് കൊടുക്കൂല. കാരണം എനിക്കത് ഭയങ്കര ഇമോഷണലായിരുന്നു. അത് പുള്ളി ഓർത്തില്ല, അതെനിക്ക് പ്രശ്നം അല്ല. അപ്പം ഞാൻ പറയുന്നത്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം മറ്റുള്ളവരിൽ ഭക്ഷണം ഞാൻ പ്രഷറൈസ് ചെയ്യും. അവര് നോ എന്നൊക്കെ പറയും, അവസാനം പിന്നെ എന്റെ അടുത്ത് അത് തെണ്ടും അവര്. എനിക്കിപ്പോ ഉണ്ടായിരുന്നേ, എന്റെ അടുത്ത് പറഞ്ഞു, അതായത് ഇങ്ങനെ എടാ അവിടെ ഒരു അവിൽ മിൽക്ക് കിട്ടും, അതായത് നമ്മൾ പോകുന്ന വഴിയിൽ കോട്ടക്കലില് ഒരു അവിൽ മിൽക്ക് കിട്ടും, അത് ഉഗ്രനാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ ചെല്ലാറായപ്പോ എന്താ വെച്ചാൽ ടൈം ആയിപ്പോയി. അപ്പൊ നമ്മൾ ആ വഴി അല്ലല്ലേ പോണേ, എടാ നമുക്ക് അടുത്ത പ്രാവശ്യം ഇത് ചെയ്യാം. അപ്പൊ ഉടൻ തന്നെ ജിബിചേട്ടൻ വിളിച്ചു പറഞ്ഞു, ഒരു 10 മിനിറ്റ് എടുക്കും കേട്ടോ ഇവിടെ സെറ്റ് ആവാൻ, വണ്ടി തിരികെ നേരെ അവിൽ മിൽക്കിലോട്ട് വിട്. തിരിച്ച് പോയി അങ്ങ് അപ്പുറത്ത് പോയി എടുക്കണം, എടുത്ത് നേരെ മലപ്പുറം മഞ്ചേരി റൂട്ടിലേക്ക് പോയി അവിൽ മിൽക്ക് വാങ്ങിച്ച് കുടിച്ച് 2 മേടിച്ച് എക്സ്ട്രായും വെച്ച് പിന്നെ അടിക്കാൻ. എന്റെ അമ്മോ, പക്ഷെ ആ അവിൽ മിൽക്ക് ഉണ്ടല്ലോ വൈകുന്നേരം 4 മണിക്കാണ് ഞങ്ങൾ ഉണ്ടത്. സത്യം, ഞങ്ങൾ ഹോൾഡ് ചെയ്ത അത്രയ്ക്ക് ഗംഭീര സാധനമായിരുന്നു. എനിക്കറിയാം, കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പം ഡൽഹിയിലുമൊക്കെ എവിടെയൊക്കെയാണ് നമുക്ക് വയറ് നിറയ്ക്കാനല്ല, വിശപ്പറിയാതിരിക്കാനുള്ള ഫില്ലപ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ടേസ്റ്റിയസ്റ്റ് ഫില്ലപ്സ് ഇതിനെ ഒന്ന് അറിഞ്ഞിട്ട് പയ്യെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മള് ഞാൻ അറിയിക്കത്തില്ല, ഞാൻ ബ്ലോഗറാവും. ഞാനും ഉണ്ടാക്കട്ടെ കുറച്ച് ആണോ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടികൾ?
അതൊക്കെ അതിനായിട്ട് ജനിച്ച് അത് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരുണ്ട്, അവരുണ്ടാക്കിക്കോട്ടെ. എനിക്ക് ദൈവം തരുന്നുണ്ടല്ലോ ഇങ്ങനെ, ഇത് മതി. ഈ ഫാൻസ് ആരാധകരെന്നൊക്കെ പറയുമല്ലോ, അത് മിക്ക നടന്മാർക്കും അതുണ്ട്, ആരാധനകളുണ്ട്. പക്ഷേ ഈ ആരാധകന് അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ഒരു സ്നേഹം കൂടെ വരിക അല്ലെ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ദാറ്റ് യു ആർ ഗെറ്റിംഗ്. അതെപ്പോഴും അതിനെപ്പറ്റി ഓർത്തിട്ടുണ്ടോ? എനിക്ക് എന്താ അതിൻ്റെ കാരണമെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല. ഞാൻ സംശയിക്കുന്നത് എൻ്റെ ഒരു ഡെലിവറൻസ് ഉണ്ട് ഫ്രം എ സർട്ടൻ റെസ്പോൺസിബിൾ ചെയർ. The graciousness of that deliverance has touched a major chunk of Indians and out of that a huge quantum from Kerala. അപ്പോൾ അതിങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റി പോയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സിബിറ്ററി പ്ലാറ്റ്ഫോംസിലോ അത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. മൗത്ത് പബ്ലിസിറ്റിയിൽ അതുണ്ട്. ഞാൻ അത് മാത്രമല്ല, ചേട്ടന്റെ റെസ്പോൺസിബിലിറ്റി ഇരുന്നുകൊണ്ട് ചേട്ടൻ ചെയ്യണമല്ല. ഞാൻ പറയണത് വെറുതെ നിങ്ങൾ ആ കോടീശ്വരൻ പരിപാടി കാണുമ്പോൾ അതിനകത്ത് ഞാൻ മനോരമ ഷോ ചെയ്തിട്ടുള്ളത്, അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് അവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല ആ പൈസയൊന്നും, പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ്. അതായത് ഒരാൾ അവിടെ വന്നിരുന്ന വിഷമം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ വെച്ചാൽ എല്ലാവരും ഹോസ്റ്റ് ചെയ്യണ്ടല്ലോ. നിങ്ങളിപ്പം ഹു വാണ്ട്സ് ടു ബി എ മില്യണയർ ഇംഗ്ലീഷ് തൊട്ട് ഇവിടം വരെയുള്ള എല്ലാ ഫോമാറ്റിലും എല്ലാവരും ഹോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. എവിടെയാണ് ഒരു ഹോസ്റ്റ് ഇരുന്നിട്ട് ഞാൻ അത് കുഴപ്പമില്ല, ആ പഠിത്തത്തിന്റെ കാര്യമല്ലേ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന എത്ര ഹോസ്റ്റലുണ്ടാവും? അമേരിക്കയിലുണ്ടോ അതോ നമുക്ക് മറ്റ് ലാംഗ്വേജിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് സുരേഷ് ഗോപിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു റെസ്പോൺസിബിലിറ്റി ഏത് തന്നെയാണെങ്കിലും whenever he is in a chair he feels responsible for the people around him. അത് മൂസയായിട്ട് അദ്ദേഹം ഇതിനകത്ത് മെയിൻ ലീഡിൽ അഭിനയിക്കുമ്പോൾ when he was in the lead, I mean the way he actually, ഞാൻ പറഞ്ഞ there was a scene നമ്മുടെ ആരംഭത്തേരുമ്പോൾ നിങ്ങൾ പാട്ട് കാണുന്നുണ്ടല്ലോ, ആ സീക്വൻസ് ഇസ് ഹ്യൂജ് ഇൻ ദ മൂവി. ആ പടത്തിൽ ഭയങ്കര ഹ്യൂജ്. അന്ന് അവിടെയുള്ള ആൾക്കാര് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നത് ബ്രേക്ക് ചെയ്യും, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകും, അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ചെയ്താൽ മതി. ഇത് ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ആ ഷോൾഡർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി അത് എന്ത് തന്നെയാണെങ്കിലും പുള്ളി എടുക്കുന്ന കാര്യമാണ്. ഞാൻ ഇരുത്തി ഇത് ചെയ്ത് പറയല്ല, ആസ് എൻ ആക്ടർ ഒരു ഇത് ചെയ്ത് ഒരു വേറെ എലിവേറ്റഡ് പൊസിഷൻ എന്ന് പറയുന്നത് എനിക്ക് അറിയാവുന്ന സുരേഷ് ഗോപിയെ പറ്റി ഞാൻ പറയുകയാണ്. You saw that, right? Like, I mean, when we were all in the night, a lot of those നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് നമ്മുടെ ഓഡിഷനിൽ വന്നവരൊക്കെ, കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ അതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും കഴിക്കാനുള്ള സാധനം വെച്ചു, പക്ഷെ ബ്രേക്ക് പറയാതെ ഇവർക്കൊക്കെ പോയി കഴിക്കാനുള്ള ഒരു പേടിയാണ്. ചേട്ടൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബ്രേക്ക് ചെയ്യുന്നു. അത് കാരണം ഉണ്ടായ പ്രശ്നമില്ല ചേട്ടൻ പറയും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 5 ഷോട്ട് കൂടെ എടുക്കാനുള്ളൂ സൈജു കുറുപ്പന്റെ. സൈജുനെ മൈസൂരിൽ നമ്മൾ കൊണ്ടുവന്നേക്കാം, പുറത്തായി കുറച്ച് കനലും കൂടെ കയറി മുള്ളിന്റെ കൂടെ. സൈജുവിന് ഇരിക്കാനും പറ്റുന്നില്ല. എന്റെ 5 ഷോട്ട് കൂടെ അവര് ഭക്ഷണം കഴിച്ചിട്ടുള്ള കഴിച്ചെല്ലാം കഴിഞ്ഞ അപ്പൊ നമുക്ക് തുടങ്ങാം. മഴ തുടങ്ങിയ മഴയാണ്. 3 ദിവസം നിന്നില്ല. സൈജു അപ്പൊ തന്നെ വണ്ടി എടുത്തു പോയി. ഞാൻ പിന്നെ ഇങ്ങനെ നിക്കുന്നത്. ആ സമയത്ത് അവിടെ അപ്പൊ തന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പം ലുക്കങ്ങ് എടുക്കും. അങ്ങോട്ട് നോക്കിയ റൈറ്റർ, അപ്പുറത്തോട്ട് നോക്കിയ ക്യാമറാമാൻ ഉണ്ട്. ക്യാമറാമാനൊക്കെ എന്നെ നോക്കുന്നു, ചേട്ടാ ആ 5 ഷോട്ട് എടുത്ത് നമുക്ക് പോയായിരുന്നുള്ള. പക്ഷേ ഇത് കാരണം ഒരു 5 ദിവസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു.